വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 6-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയുടെ കാരണം പറഞ്ഞ് അവരുടെ പർവ്വതങ്ങളെയും ബലിപീഠങ്ങളെയും നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഭൂരിഭാഗം പേർ ന്യായവിധി അനുഭവിക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം രക്ഷപ്പെടും. അവർ അനുഭവങ്ങളിലൂടെ ദൈവത്തോടുള്ള യഥാർത്ഥ തിരിച്ചുവരവ് നടത്തും. എസെക്കിയേൽ 7-ാം അധ്യായം യഹൂദയ്ക്കെതിരായ ദൈവത്തിന്റെ ഉടൻ വരാനിരിക്കുന്ന ന്യായവിധിയുടെ പ്രഖ്യാപനമാണ്. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരുളി ചെയ്യുന്നു, ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ദേശത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് അവസാനം അടുത്തു വരുന്നു. ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. എന്റെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും. നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും. നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല. നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എസെക്കിയേൽ 7-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 8-ാം അധ്യായത്തിൽ ജെറുസലേമിലെ വിഗ്രഹാരാധനയും അന്യദേവാരാധനയും ദൈവം എസെക്കിയേലിനെ കാണിച്ച ശേഷം 9-ാം അധ്യായത്തിൽ ന്യായവിധി നേരിട്ട് കാണിക്കുന്ന, നീതിയും വിശുദ്ധിയും കാണിക്കുന്ന ഒരു ശക്തമായ ദർശനമാണ്. അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. അവർ എൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. എസെക്കിയേൽ 8-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവ് അവനോട് അരുളി ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതയോർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. എസെക്കിയേൽ 9-ാം അധ്യായം 4-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി ദേശം ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.